നമസ്കാരം ഡാർക്കർ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ലെയർ, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അഡ്ജസ്റ്റ്മെന്റ് ലെയറുകൾ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റ് ലിങ്ക് കാണാൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്നുള്ള പേജ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും അതിൽ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്കർ സ്റ്റുഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് 4 വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരേ ലൈറ്റിലും ഒരേ ടൈപ്പിലും സെറ്റ് ചെയ്ത 4 ക്ലിപ്പുകളാണ്. അപ്പോൾ ഇതിന് എനിക്ക് മൊത്തത്തിൽ ഒരൊറ്റ അഡ്ജസ്റ്റ്മെന്റുകൾ, കളർ അഡ്ജസ്റ്റ്മെന്റുകളാണെങ്കിലും അതുപോലെ ക്രോപ്പിംഗ് ഒക്കെ ആണെങ്കിലും ഒറ്റ അഡ്ജസ്റ്റ്മെന്റ് മതി. സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഏകദേശം ഒരേ ലൈറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ കളർ ഗ്രേഡിംഗ് ഒക്കെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിലാണ് കൂടുതൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ലെയറുകൾ ആവശ്യം വരുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ലെയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഫ്രെയിമാണ്. അതിന് ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മളൊരു ഫോട്ടോ എടുത്തതിന് നമ്മൾ ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമുക്ക് അവിടെ അപ്പിയർ ആവും. ഉള്ളിലുള്ള ഫോട്ടോനെ ബാധിക്കില്ല. ഫ്രെയിമിനെ വലിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ അങ്ങനെ തന്നെ നിൽക്കും. അതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. എനിക്ക് തോന്നുന്ന ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ് പറഞ്ഞു തരാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കത്തി ഉണ്ടാവില്ലേ, ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്രെയിം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ആ ഫ്രെയിമിൽ നമുക്ക് എന്തൊക്കെ കളർ മാറ്റി ഫ്രെയിമുകൾ ആഡ് ചെയ്യുക, ചിത്രം വരയ്ക്കുക, ഇതൊക്കെ നമുക്ക് ഫോട്ടോയിൽ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുമെങ്കിലും കൂടെ പിന്നീട് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ആ ഫ്രെയിമിനെ മാത്രം വലിച്ചു കളഞ്ഞാൽ മതി. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ നമുക്ക് വർക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ ബേസിക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് ട്യൂട്ടോറിയൽ ബേസിക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ട് എളുപ്പത്തിൽ പഠിക്കുക. എന്തെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് ലെയറിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്നാണ്, ഇവിടെ ഒരു എഫക്റ്റ് എന്നുള്ളൊരു പാനൽ ഉണ്ടാവും. ഇത് ഓഫ് ആണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ എഫക്ട്സ് കാണാൻ പറ്റും. അതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എഫക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ. അതിൽ റൈറ്റ് സൈഡിലെ കോളത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് എന്ന് കാണാൻ പറ്റും. ഇത് തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ലെയർ കേട്ടോ. ഓരോ സോഫ്റ്റ്വെയറിലും വേറെ വേറെ പേര് പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ വീഡിയോ ക്ലിപ്പിന്റെ മുകളിലുള്ള ലെയറിലേക്ക് ആഡ് ചെയ്യുന്നു. താഴെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല, അപ്ലൈ ആവില്ല കേട്ടോ. മുകളിലേക്ക് ആഡ് ചെയ്യണം. ഈ ലെയർ ബേസിൽ തന്നെ വരുന്ന മുകളിലെ ക്ലിപ്പിൽ എന്താ ആഡ് ചെയ്യുന്നത് താഴേക്ക് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇത് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ താഴെയുള്ള ക്ലിപ്പ് കാണില്ല, മുകളിലെ ക്ലിപ്പിലേക്കാണ്. ഇതേപോലെ തന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ താഴേക്ക് വരുന്ന എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ലെയറിലും അപ്ലൈ ആവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 അഡ്ജസ്റ്റ്മെന്റ് ലെയറുകളാണ് ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. 4 രീതിയിൽ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ആഡ് ചെയ്തു ഇല്ലേ. ഇനി ജസ്റ്റ് ഒന്നുമില്ല, ആൾട്ട് മാക്കിലാണെങ്കിൽ ഓപ്ഷൻ കീ പ്രസ് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഡ്യൂപ്ലിക്കേഷൻ വന്നു. മേലേക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, മേലേക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ്, അങ്ങനെ 4 ലെയറുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഈ ടോപ്പ് ലെയറിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു ഫിലിം ലുക്കിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു ക്ലിപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യും. സാധാരണഗതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്രോപ്പിൽ ഒരു 100 മുകളിലേക്കും 100 താഴെ, അതായത് 100 താഴെയും മുകളിലായിട്ട് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിലിം ലുക്കിലേക്ക് മൊത്തത്തിൽ വീഡിയോ വന്നു അല്ലേ. ഒന്ന് സൂം ചെയ്ത് കാണുകയാണെങ്കിൽ നോക്കാം, കണ്ടോ, ഒരു ഫിലിം ലുക്കിലേക്ക് മൊത്തത്തിൽ ഒരു ലെയർ വന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലിപ്പ് എടുക്കുന്ന സമയത്ത് അടുത്തുനിന്ന് 100 ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് അപ്ലൈ ചെയ്ത് പോകണം. ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം അഡ്ജസ്റ്റ്മെന്റ് ലെയറിൻ്റെ ആഡ് ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് ലെയറിലെ ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൻ്റെ അകത്ത് മുകളിലൊരു 100 താഴെ, അതായത് ഇവിടെ കണ്ടോ ക്രോപ്പിംഗ് എന്ന ഓപ്ഷൻ ഇൻസ്പെക്ടറിലാണ്. ഇൻസ്പെക്ടർ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യുക. ക്രോപ്പ് മുകളിലായിട്ടും ക്രോപ്പ് ബോട്ടത്തിലും 100 ആഡ് ചെയ്തു. ഓക്കെ അല്ലേ. ഇപ്പം നോക്കിക്കോ, ഓരോ ക്ലിപ്പിലും നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല. മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യട്ടെ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കണ്ണുക്കുക. അപ്പം ഞാൻ ഒന്ന് പ്ലേ ചെയ്യാൻ പോകണേ. അപ്പോൾ നോക്കിക്കോ, മുകളിലും താഴെയും കണ്ടോ ഒരേ മോഡലിൽ എല്ലാ ക്ലിപ്പിലും കറക്റ്റ് ക്രോപ്പിംഗ് ആണ്. അപ്പോൾ എന്താ അവിടെ ജമ്പിങ്ങോ കാര്യങ്ങളൊന്നും വരില്ല, നല്ല വൃത്തിയുള്ളൊരു വീഡിയോ ക്ലിപ്പായി മാറിയില്ലേ. അപ്പോൾ ഞാൻ മുകളിലത്തെ ലെയറിന് അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. ഇനി രണ്ടാമത്തെ ലെയർ ഞാൻ ഫ്യൂഷന് വേണ്ടി മാറ്റി വെച്ചാണ്. അപ്പോൾ അവൻ അവിടെ നിൽക്കട്ടെ, അവൻ പോട്ടെ. ഇനി അടുത്ത ലെയറിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കളർ ഗ്രേഡിംഗ് ആണ്. സിമ്പിളാണ്, ജസ്റ്റ് കളർ ഗ്രേഡിങ്ങിൻ്റെ ഈ ടാബിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ 1, 2, 3 മൂന്നാമത്തെ ക്ലിപ്പിൻ്റെ അകത്ത് കളർ ഗ്രേഡ് ചെയ്യുക അല്ലേ. രണ്ടാമത്തെ നമ്മൾ ഫ്യൂഷന് മാറ്റി വെച്ചാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ ഇത് ഇവിടെ ലെയറായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം ലൈൻ ഉണ്ടോ, ഇത് ഓൺ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ ചെറിയൊരു കളർ ഗ്രേഡ് ചെയ്ത് കാണിക്കാൻ പോവാണ്. ഈ ഓഫ്സെറ്റിൻ്റെ അകത്ത് മാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാതിട്ടുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കളർ ഗ്രേഡിങ്ങിൻ്റെ നല്ല അടിപൊളി വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ചെറിയ കളർ ഗ്രേഡൊക്കെ ചെയ്തു, ഒരിത്തിരി ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, അങ്ങനെ വെച്ചു കേട്ടോ. പ്രത്യേകിച്ച് നോക്കണ്ട, ഒരു ഗ്രേഡ് അത്രേ ഉള്ളൂ. ഇനി ഞാൻ ടൈം ലൈനിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ നോക്കിക്കോ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പിൽ മാത്രമല്ല ഫുൾ ക്ലിപ്പുകളിലും മൊത്തം ക്ലിപ്പുകളിലും ഈ ഒരു കളർ ഗ്രേഡ് അപ്ലൈ ആയി. ഇനി എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഈ ഗ്രേഡിനെക്കാളും നല്ല വേറൊരു ഗ്രേഡ് ആയിരിക്കുമോ തോന്നുകയാണ്. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഇല്ലേ, അതിൻ്റെ അകത്ത് ഞാൻ വേറൊരു കളർ ഗ്രേഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ മുകളിലത്തെ കളർ ഗ്രേഡിന്റെ ലെയർ കാണരുതില്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് ഹൈഡ് ചെയ്യുക, എന്നിട്ട് നേരെ
കളർ ടാബിൽ വന്നിട്ട് 4ാമത്തെ കളർ ഗ്രേഡിങ്ങിൽ വന്നിട്ട് അവിടെ ഞാൻ ബ്ലൂയിഷ് ആയിട്ട് ഇപ്പോൾ നേരത്തെ റെഡിഷിലേക്കല്ലേ നമ്മൾ കൊണ്ടുപോയി റെഡ് കളറിലേക്ക് അതിന് വരെ ഒരു കുറച്ച് തിളക്കമുള്ള ഹൈലൈറ്റ് ഒക്കെ കൂട്ടിയിട്ട് നല്ല ഒരു ബ്ലൂ കളറിലേക്ക് ഒരു ഗ്രേഡ് ചെയ്തിട്ട് തിരിച്ച് ടൈം ലൈനിൽ വരികയാണ്. ഇപ്പൊ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ ബ്ലൂ ക്ലിപ്പാണോ മറ്റേതാണോ നല്ലതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നതാണ് മറ്റേതായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാമെന്ന്. ഓക്കെ, ഈ ഒരു ലെയർ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ലെയർ ചെയ്ത് കളർ ഗ്രേഡ് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെയാണ് ചെയ്തത്. രണ്ടും കൂടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുമിച്ച് രണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു കളർ ഗ്രേഡ് കിട്ടും. അപ്പൊ എനിക്ക് ഈ ലെയർ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഈ ലെയറിനെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് ചെയ്ത് അല്ലെ ഡിലീറ്റ് സ്വിച്ച് അടിച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ അല്ലേ? അങ്ങനെ എനിക്ക് 2 ടൈപ്പിൽ കളർ ഗ്രേഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഈ നീല കളർ ഗ്രേഡ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ കളർ ഗ്രേഡ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ ഗ്രേഡിങ്ങിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, 3ാമത്തെ ലെയറിനെ സെലക്ട് ചെയ്ത ശേഷം ആ ഒരു കളർ ഗ്രേഡിനെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെയും റീസെറ്റായി, ഇവിടെ ഇതും റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം റീസെറ്റ് ആയിട്ട് ആ ഗ്രേഡ് മൊത്തത്തിൽ പോയി. ഇനി എനിക്ക് ഫ്യൂഷൻ എന്നുള്ള ഏരിയയിലാണ് ഇവനെ കിട്ടണമെങ്കിൽ ഫ്യൂഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും മുകളിലുള്ള ക്ലിപ്പ് ഏതാണോ അതാണ് ഫ്യൂഷനിലേക്ക് പോകുക. അപ്പോൾ ഈ 2 ലെയറിനെ നമ്മൾ ഹൈഡ് ചെയ്തു. എന്നിട്ട് 3ാമത്തെ ലെയർ, അതായത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ലെയറിനെ നേരെ ഫ്യൂഷനിലേക്ക് വന്നു. ഈ ഫ്യൂഷനിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ ഒരു HD ഇതിലേക്ക് വരണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്, റീസൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ റീസൈസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി HD വന്നു കഴിഞ്ഞു. അപ്പം മൊത്തം താഴെ ഇരിക്കുന്ന എല്ലാ ക്ലിപ്പുകളും HD എന്നുള്ളൊരു സൈസിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി എനിക്ക് ഇതിന് ചെറിയൊരു നേരത്തെ പറഞ്ഞ പോലെ കളർ ഗ്രേഡോ മാസ്കിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു കളർ ഗ്രേഡ് തന്നെ വേറൊരു കളർ ഗ്രേഡ് ചെയ്യാൻ പോവാണ്. ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ ഒരു ടൈപ്പിലേക്ക്, ഈ ഒരു റോസിന്റെ പിങ്ക് ടൈപ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പം എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് അപ്ലൈ ആയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. കണ്ടോ, മൊത്തത്തിൽ ആ ഒരു ഗ്രേഡ് അപ്ലൈ ആയി. ഇപ്പം എനിക്ക് വേറൊരു വെറൈറ്റി ടൈപ്പ് കളർ കിട്ടി. ഈ താഴെയുള്ള മായ്ച്ചു കഴിഞ്ഞാൽ ആ ഗ്രേഡിന് പകരം ഈ ഒരു ഗ്രേഡ് കിട്ടി. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെന്റ് ലെയറുകളിൽ ഓരോ ഗ്രേഡുകൾ ചെയ്യാം. ഇതിന്റെ എഫക്റ്റ് എവിടെ വരുന്ന അറിയാം. നമ്മളിപ്പോൾ ഒരു ക്ലയന്റിന് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോഗ്രാഫർക്ക് എഡിറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ 3-4 കളർ ഗ്രേഡുകൾ സെപ്പറേറ്റ് ലെയറിൽ ഇട്ടിട്ട് പുള്ളിനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. ഈ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി അല്ലെങ്കിൽ ഈ ഒരു ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി അങ്ങനെ ഈ ഒരു ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇത് സെപ്പറേറ്റ് ഓരോ വീഡിയോ ചെയ്ത് റിസെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുള്ളി പറയാണ്, എനിക്ക് നിന്റെ ഈ ഒരു ഗ്രേഡാണ് ഇഷ്ടപ്പെട്ടേക്കുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രേഡാണ് ഇഷ്ടപ്പെട്ടേക്കുന്നത്, ഇത് മതി, അതിൽ ഔട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഒന്ന് ഇത് ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് ഔട്ട് എടുത്തിട്ട് പുള്ളി കൊടുക്കുക. സിമ്പിൾ ഒരു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എഫേർട്ട് കൂടുന്നില്ല. നമുക്ക് 4-5 ലെയറുകൾ പ്രത്യേക കളർ ഗ്രേഡുകൾ അങ്ങ് ചെയ്തിട്ട് പുള്ളിക്ക് മൊത്തത്തിൽ കാണിച്ചു കൊടുക്കുക. ഇന്ന ഗ്രേഡുകൾ ചെയ്തിട്ടുണ്ട്, ഇതിലാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം, വേറെ അഡീഷണൽ ലെയർ ഏതിൽ അതിൽ ചെയ്താൽ മതി, വേറെ ഒന്നും മാറ്റം വരുത്താനില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് നമ്മൾ ചെയ്യും അല്ലേ? ഈ കല്യാണങ്ങൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, സെപ്പറേറ്റ് ഗ്രേഡ് ചെയ്യേണ്ട വീഡിയോസ് ഉണ്ടാവും. എന്നാലും കൂടെ നമുക്കൊരു സീനിൻ്റെ അകത്ത് 10 ഷോട്ടുകൾ ഉണ്ടെങ്കിൽ 10 ഷോട്ടുകൾക്ക് ഒരേ കളർ ഗ്രേഡ് ആയിരിക്കും. രാത്രിയാണെങ്കിൽ രാത്രിയാണ്, ഇനി ഈവനിങ് ആണെങ്കിൽ ഈവനിങ് ആയിരിക്കും, ഹൊറർ മൂഡ് ആണെങ്കിൽ ഒക്കെ തന്നെ ഒരൊറ്റ ഗ്രേഡ് ആയിരിക്കും ആ 10 ഷോട്ടുകൾക്കും ഉണ്ടാവും. ഒരു സീനിന്റെ അകത്തുള്ള ഒരാൾ നടന്നു വരുന്ന പല ആംഗിൾ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരാൾ നടന്നു വരുന്നു, ആദ്യം അയാളെ കാല് കാണിക്കുന്നു, അയാളെ ബാക്കിൽ നിന്ന് കാണിക്കുന്നു, ഷോൾഡർ പോസ് കാണിക്കുന്നു, ഫ്രണ്ട് നാളെ മുഖം കാണിക്കുന്നു, അല്ലെ ഒരു ലോവർ ആംഗിൾ അപ്പർ ആംഗിൾ എന്നൊക്കെ കാണിക്കുന്നു. ഇതിനൊക്കെ ഒരൊറ്റ കളർ ഗ്രേഡ് ആണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏകദേശം ഒരൊറ്റ ടൈമിൽ എടുത്തായതുകൊണ്ട് ഒരേ ലൈറ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൻ്റെ അകത്ത് ഒരൊറ്റ ചേഞ്ച് വരുത്തിയാൽ മതി, മൊത്തത്തിൽ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്താ ആഡ് ചെയ്യാനുള്ളത്? ഈ എഫക്റ്റ് പാനലിൽ തന്നെ അഡീഷണൽ ലെയറിന്റെ താഴേക്കായി ഒരുപാട് എഫക്റ്റുകൾ കാണാം. അതുപോലെ തന്നെ ഓപ്പൺ എഫക്ട്സ് ഉണ്ടോ, അതിൻ്റെ അകത്ത് ഒരുപാട് എഫക്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ മൊത്തത്തിൽ ക്ലിപ്പുകളൊക്കെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക ടൈപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ അവസാനം നമ്മൾ ഫ്രീ ആക്കിയിട്ടേക്കുന്ന ഈ ലെയറില്ലേ, ഇത് കളർ ഗ്രേഡ് ചെയ്ത ലെയർ ആണല്ലേ. അപ്പോൾ ഒരു ലെയറും കൂടി ആണെങ്കിൽ എന്താ, ഇതിനെ മൊത്തത്തിൽ ഇങ്ങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓൾട്ട് മാക്കിലാണെങ്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്യുക, അപ്പാരോ പ്രസ് ചെയ്യുക. അപ്പോൾ അവർ മൊത്തത്തിൽ മേലേക്ക് കയറും. ഒരു ലെയർ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ഈ ലെയറിലേക്ക് വീണ്ടും ഞാനൊരു ഫ്രീ അഡ്ജസ്റ്റ്മെന്റ് ലെയറിനെ എഫക്ട്സിൽ വന്നിട്ട് എഫക്റ്റ് നിന്ന് ഒരു അഡീഷണൽ ലെയറിനെയും കൂടെ ആഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ എഫക്റ്റ് ആണ് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് കാണിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സീനുകൾ മൊത്തത്തിൽ ഇത് തന്നെ ആയിക്കോട്ടെ, ഒരാൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് DSLR എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ആ ഒരു 10 ഷോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 ഷോട്ട് ഉണ്ടെങ്കിൽ ആ 4 ഷോട്ടുകളും ആ സീനിൻ്റെ അകത്ത് ഇയാൾ ക്യാമറയിൽ എടുക്കുന്നത് കാണിക്കണമെങ്കിൽ ഓരോ സീനിലേക്ക് ആഡ് ചെയ്യാതെ ഈ അഡ്ജസ്റ്റ്മെന്റിലേക്ക് ആഡ് ചെയ്യുക. ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പഴയ സിനിമയിലൊക്കെ വില്ലന്മാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലും പഴയ സിനിമകളിലാണ് കാണുന്നത്. പഴയ മീൻസ് ഒരു ആവറേജ് സിനിമകളിൽ ഇങ്ങനെ കാണിക്കുന്ന ഒരു സീൻ ഉണ്ടാകാറുണ്ടായിരുന്നു, കൂടുതൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ DSLRന്റെ ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ
അഡീഷണൽ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വീഡിയോയുടെ തൊട്ടപ്പുറം ഓഡിയോ അതിൻ്റെ അപ്പുറം എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് വന്നിട്ട് DSLR അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. DSLR പോയി. ഇനി അവിടേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എഫക്റ്റുകൾ കാണാൻ പറ്റും. നമുക്ക് ഷാർപ്പനൊക്കെ ആക്കണമെങ്കിൽ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ എഫക്റ്റ് കാണാൻ പറ്റുക. ഷാർപ്പ് ആക്കണമെങ്കിൽ ഇത്തിരി എന്താ പറയുക, ബ്ലറി ഇമേജ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ഷാർപ്പ് ആക്കണമെങ്കിൽ കണ്ടോ, ഒന്ന് ഷാർപ്പ് ആയത് കണ്ടോ. ഇനി നമുക്ക് അതേ ഓപ്ഷൻ തന്നെ ബ്ലർ ചെയ്യാനുണ്ട്. എന്താണ് സോഫ്റ്റൺ ആൻഡ് ഷാർപ്പൻ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ. ഈ സോഫ്റ്റൺ ആൻഡ് ഷാർപ്പൻ ആഡ് ചെയ്തിട്ട് ഈ സോഫ്റ്റൺ ഉണ്ടല്ലോ, സോഫ്റ്റൺ കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ ബ്ലറായിട്ട് വരുന്നത്. ഇങ്ങനെ ബ്ലർ ചെയ്യാനും ഷാർപ്പ് ചെയ്യാനും കണ്ടോ. അടുത്ത ഷാർപ്പാണ് കണ്ടോ, ഷാർപ്പായി. വീഡിയോ മൊത്തത്തിലൊന്ന് ക്വാളിറ്റി കൂടി, അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ? അത് കുറച്ച് ലോക്കൽ ഇമേജുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ക്ലിയർ കൂട്ടാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൻ്റെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയറിനെ നമുക്ക് എല്ലാ ക്ലിപ്പുകളിലും വേണം ഈ കളർ ഗ്രേഡ്. അപ്പോൾ എനിക്കിത് കളയാൻ പറ്റില്ല. ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയറിനെ എനിക്ക് അടുത്ത വീഡിയോയിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ മാസ്റ്റർ എന്ന് കണ്ടോ, ഇവിടെ ന്യൂ ബിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് മൈ ഗ്രേഡ് എന്നോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പേര് കൊടുക്കുക. എന്തെങ്കിലും പേര് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് വെച്ചാൽ അവിടെ ഉണ്ടാവും. ഇനി അടുത്തൊരു ക്ലിപ്പ് ഇവിടേക്ക് ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്യണമെന്നില്ല. ഇവിടുന്ന് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതേ എഫക്റ്റ് ഇവിടെ അപ്ലൈ ആവും. കണ്ടോ, ആ നീല ഒരു ഗ്രേഡ് ഇവിടെ കാണാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. മൊത്തത്തിൽ ഇതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ലെയറിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രേഡ് അവിടെ അപ്ലൈ ചെയ്യുക. കണ്ടോ, സെറ്റ് അല്ലേ? ഇനി ഇതിനെ പെർമനന്റ് ആയിട്ട് എല്ലാ വീഡിയോസിലും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ സ്മാർട്ട് ബിൻ എന്ന് പറഞ്ഞൊരു ബിൻ ഉണ്ട്, അതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാം. നിങ്ങളത് നോക്കിയിട്ട് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോയിൽ പ്രീസെറ്റ് എന്ന് പറയും, ആ പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിന് മാത്രമല്ല അഡ്ജസ്റ്റ്മെന്റ് ലെയറിനല്ല, ഏത് ക്ലിപ്പിനെ വേണമെങ്കിൽ നമുക്ക് പ്രീസെറ്റ് വെക്കാൻ. അപ്പോൾ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാൻ പോകണേ. ഒന്നോട്ടെ ആദ്യം എന്തൊക്കെ ചെയ്യാം, ഒന്ന് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ക്ലിപ്പിനെ മൊത്തത്തിൽ സൂം ചെയ്യാം. ഈ സൂം ചെയ്യുന്ന സമയത്ത് എല്ലാ ക്ലിപ്പുകളിലും ഇത് അപ്ലൈ ആവും. കണ്ടോ, ഒറിജിനൽ ക്ലിപ്പ് ഇങ്ങനെ അല്ല ഇരിക്കുന്നത്, കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനെ മൊത്തത്തിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. അതുപോലെ പൊസിഷൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടോ, ഈ ക്ലിപ്പുകളിലൊക്കെ തന്നെ ആ പൊസിഷൻ ഇവിടെ ബാധിച്ചിട്ടുണ്ടാവും. കണ്ടോ, അവർ സൈഡിലേക്ക് മാറിപ്പോയെ. അതുപോലെ ഇവിടെ റൊട്ടേഷൻ ആംഗിൾ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു റീലൊക്കെയാണ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പൊസിഷനിലല്ല വേണ്ട, ഇങ്ങനെ വെർട്ടിക്കലായിട്ടായിരിക്കും നമുക്ക് വേണ്ട അല്ലേ? അങ്ങനെ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലിപ്പിൻ്റെ അകത്ത് ഈ ആംഗിൾ കണ്ടോ, ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ഓർ -90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കിട്ടും. അത് മൊത്തത്തിൽ എല്ലാ ക്ലിപ്പിനെയും ബാധിക്കും. നമ്മൾ ഓരോരോ ക്ലിപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, മൊത്തത്തിൽ അതിനെ എഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ ഈ പിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളത്, അതുപോലെ എന്നുള്ള ഓപ്ഷന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും മൊത്തത്തിൽ വീഡിയോസിനെ. കണ്ടോ, ചില വീഡിയോസൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ സിനിമ കാണുമ്പോൾ കാണാം ലെറ്ററൊക്കെ തല തിരിഞ്ഞ് കാണുന്നത്, അതിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് വെക്കുന്ന കേട്ടോ. അപ്പോൾ ഒരു സിനിമ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ചെറിയ ക്ലിപ്പുകൾ ആഡ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്ത് അതിന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം വീഡിയോ മാറി കാണാൻ പറ്റും. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന പെണ്ണ് നോക്കിക്കോ, ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടാണ് നടക്കുക. കണ്ടോ, ഈ രീതിയിൽ ഫ്ലിപ്പ് ചെയ്യുക, അപ്പ് ആൻഡ് ഡൗൺ ഫ്ലിപ്പ് ചെയ്യുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രോപ്പിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ ഡൈനാമിക് സൂമിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റെബിലൈസേഷൻ, ഇതൊക്കെ തന്നെ അതായത് ഈ ഇൻസ്പെക്ടറിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ എഫക്റ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ എഫക്ട്സിൻ്റെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ നമുക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അതുപോലെ ഫ്യൂഷനിൽ വന്നു കഴിഞ്ഞാൽ അതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്ര കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അത് എനിക്കിപ്പോൾ പറയാൻ പറ്റിയതിൽ കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാൻ, ചാറ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്ത വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരാം. അങ്ങനെ എന്താ പറയുക, നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ നീങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.